നമസ്കാരം. നമ്മളെല്ലാവരും അതീവ ദുഃഖത്തോടെ കേട്ടൊരു വാർത്ത തന്നെയാണ്. ഇന്നലെ വന്നൊരു വിധി. വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയെ വെറുതെ വിട്ട സംഭവം. ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ പിതാവ് ഇപ്പോൾ എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പോലീസ് പ്രതിക്കൊപ്പം നിന്നുവെന്നും തെറ്റിദ്ധരിപ്പിച്ചെന്നും കുട്ടിയുടെ അച്ഛൻ പറയുന്നു. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ചുമത്തുന്നതിൽ പോലീസിന് വീഴ്ചപറ്റി. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ചുമത്തിയാൽ ആനുകൂല്യം ലഭിക്കില്ലെന്ന് കത്ത് വന്നപ്പോഴാണ് ഇത്തരം ഒരു തീരുമാനമെടുത്തതെന്നാണ് അറിഞ്ഞതെന്നാണ് അദ്ദേഹം പറയുന്നത്. കേസിൽ പ്രതിയായ അർജുൻ പള്ളിയിൽ പോകുന്നയാളാണെന്ന് പോലീസിനെ അറിയിച്ചിരുന്നുവെന്നും എന്നാൽ പോലീസ് അലംഭാവം കാണിച്ചുവെന്നും കുട്ടിയുടെ അച്ഛൻ പറയുന്നു. ഡിവൈഎസ്പിക്ക് പിന്നീട് പരാതി നൽകി. തുടർന്ന് സിഐയെ സമീപിക്കാൻ പറഞ്ഞു. പീരുമേട് MLAക്കും കത്ത് നൽകിയിട്ടുണ്ട്. എന്നിട്ടും പോലീസ് ഇക്കാര്യത്തിൽ പ്രതിക്കൊപ്പം നിന്നു എന്നാണ് കുട്ടിയുടെ അച്ഛൻ ഈ ഘട്ടത്തിൽ എന്തായാലും ആരോപിക്കുന്നത്. SC/SD നിയമം ചുമത്തിയാൽ അന്വേഷണം ഡിവൈഎസ്പി നടത്തണം. ഇത് ഒഴിവാക്കാനാണ് ആ വകുപ്പ് ഇടാതിരുന്നത്. കേസ് നീണ്ടുപോകുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞുവെന്നും കുട്ടിയുടെ പിതാവ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അർജുന് വെറുതെ വിട്ട കോടതി വിധി റദ്ദാക്കണമെന്ന് കുട്ടിയുടെ കുടുംബം പറയുന്നു. ഈ ആവശ്യം ഉന്നയിച്ചു അപ്പീൽ നൽകുമെന്ന് 6 വയസ്സുകാരിയുടെ കുടുംബം എന്തായാലും മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പോലീസ് അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായെന്ന് കരുതുന്നില്ലെന്നും പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞത് മാത്രമാണ് ജഡ്ജി കേട്ടതെന്നും കുട്ടിയുടെ കുടുംബം പ്രതികരിച്ചു. പ്രതിയെ വെറുതെ വിട്ട വിധിക്കെതിരെ പ്രോസിക്യൂഷൻ അടുത്ത ദിവസം അപ്പീൽ നൽകും. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ അനുമതി ലഭിച്ചാലുടൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുനിൽ മഹേശ്വരൻ പിള്ളയും പറഞ്ഞിട്ടുണ്ട്.